ഈ UDF സർക്കാർ അധികാരത്തിലിരുന്ന സമയം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ താങ്കൾ പലപ്പോഴും സർക്കാരിൻ്റെ ഒരു സുരക്ഷിതത്വ ഒരു വലയത്തിനുള്ളിൽ നിർത്തിയ ആളാണ്. വളരെ ശക്തമായ ചർച്ചയിലൂടെയും താങ്കളുടെ ഈ വാഗ്ധോരണിയിലൂടെ പലരും പ്രഹരവേറ്റ് വീഴുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ താങ്കൾ നൽകി. അങ്ങനെയുള്ള താങ്കൾ ഇന്നിപ്പോൾ മറുപക്ഷത്ത് നിൽക്കുമ്പോൾ എന്ത് ന്യായീകരണം? കഴിഞ്ഞ 4.5 വർഷത്തെ എൻ്റെ ചർച്ചകൾ പരിശോധിച്ചാൽ അങ്ങേക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആകെ എൻ്റെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്തതിനപ്പുറത്തേക്ക് മറ്റെല്ലാ കാര്യങ്ങളിലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. മുല്ലപ്പെരിയാർ വിഷയമുണ്ടായപ്പോൾ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരെ, അന്നത്തെ ചിദംബരം മന്ത്രിക്കെതിരെ പരസ്യമായിട്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഏറ്റവും മുമ്പിൽ നിന്ന് വാദിച്ചയാൾ ഞാനാണ്, എൻ്റെ പാർട്ടിക്ക് വേണ്ടി. അതുപോലെ കസ്തൂരിരംഗൻ വിഷയം വന്നപ്പോൾ ശക്തമായി ഉമ്മൻചാണ്ടിക്കെതിരെയും കോൺഗ്രസിനെതിരെയും കേന്ദ്രമന്ത്രിസഭയ്ക്കെതിരെയും ശക്തമായ ആരോപണം ഉന്നയിച്ച് വേണ്ടി വന്നാൽ ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ഗവൺമെൻറ് വിടും എന്നുകൊണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ അന്ന് പറഞ്ഞത് ഞാനാണ്. അന്ന് ഞങ്ങളോടത്ത് അന്ത്യശാസനത്തിൻ്റെ ഫലമായിട്ടാണ് 7 മണിക്ക് ഞങ്ങൾ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. 5 മണിക്ക് ഒരു താൽക്കാലികമായ ഒരു വിജ്ഞാപനമെങ്കിലും ഇറക്കി ആ കടമ്പ അവർ കടന്നത്. അങ്ങേക്കറിയാൽ ഇടുക്കി പാർലമെൻറ്റ് സീറ്റിൻ്റെ കാര്യത്തിൽ ഞാനാണ് പറഞ്ഞത് ഫ്രാൻസിസ് ജോർജിനെ നിർത്തി ഞങ്ങൾ പിന്നെ സൗഹൃദ മത്സരം നടത്തുമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ചരിത്രപരമായ വിഡ്ഢിത്തമാണ് കോൺഗ്രസ് പാർട്ടി ഇടുക്കി സീറ്റ് എടുത്തതിലൂടെ ചരിത്രപരമായ വിഡ്ഢിത്തമാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയായി, അവിടെ തോറ്റു. അപ്പോൾ ഡീൻ കുര്യാസ് പറഞ്ഞ ആൻ്റണി രാജുവിൻ്റെ പ്രസ്ഥാന കാരണമാണ് ഇടുക്കി സീറ്റ് UDF നഷ്ടപ്പെട്ടതെന്ന്. മദ്യനയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം. മദ്യനയം പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് ഞാൻ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ഇത് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നൊരു മദ്യനയമല്ല, മറിച്ച് ഉമ്മൻചാണ്ടി സുധീരനേക്കാൾ കടത്തിവെട്ടി ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു മദ്യനയമാണിത്. വികലമാണ്, ഇതിലൊരുപാട് പാളിച്ചകളുണ്ട്, നിയമപരമായി നിലനിൽക്കില്ല, ഗൃഹപാഠം ചെയ്യാതെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഇത് അടിയന്തരമായി ഇത് പൊളിച്ചെഴുതിയില്ല എന്നുണ്ടെങ്കിൽ കോടതികൾ ഇതിനെ വലിച്ചെറിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയായി. 1 വർഷക്കാലം കോടതി വരാന്തയിൽ ഇത് സ്റ്റേ ചെയ്യപ്പെട്ടു. പിന്നെ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ഈ മദ്യനയം കൊണ്ടുവന്നത്. ഞാൻ ആകെപ്പാട് ഡിഫെൻഡ് ചെയ്തത് അത് ആരും ചെയ്യുന്നതാണ്. എൻ്റെ പാർട്ടി നേതാവ് ശ്രീ KM മാണി അന്നത്തെ, അതുപോലെ എൻ്റെ പാർട്ടിയെ പ്രഹരമേൽക്കുമ്പോൾ, എൻ്റെ പാർട്ടിയുടെ നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആ പാർട്ടിയെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആ പാർട്ടിയിലെ അംഗങ്ങൾക്കെല്ലാം ഉണ്ട്. ആ ദൗത്യം മാത്രമാണ് ഞാൻ ഏറ്റെടുത്തത്. അത് ഏതൊരു പാർട്ടിക്കാരൻ്റെയും കടമയാണ്. അല്ല, ഞാനൊരിക്കലും ഏതെങ്കിലും ചാനൽ വന്നിരുന്നുകൊണ്ട് ശ്രീ KM മാണി കോഴ വാങ്ങിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് KM മാണിക്കെതിരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് നിയമപരമായി കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള വാദമാണ് ഞാൻ കഴിഞ്ഞ 1 വർഷക്കാലം തെളിവാണ് ചോദിച്ചത്. അതെ, അടിസ്ഥാനപരമായി തെളിവില്ലാത്തത് ആ ഒരു വാദമാണ് ഞാൻ ഉന്നയിച്ചത്. അല്ലാതെ ഞാൻ CPM-നെതിരെ ഒരു അക്ഷരം ഞാൻ പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ മുന്നണിക്കെതിരെ ഒരു അക്ഷരം. മാത്രമല്ല, ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനക്കാർ ആരാണെന്നുള്ളത് ഇപ്പോൾ ശ്രീ KM മാണി മകനും പറഞ്ഞു തുടങ്ങിയല്ലോ. ഏതായാലും ഇടതുപക്ഷം അല്ലല്ലോ. താങ്കൾ ഇത്രയും നാൾ അതിനകത്ത് ഉണ്ടായിരുന്നത്, ഇപ്പോൾ താങ്കൾക്ക് അതിനകത്ത് പറയാൻ പറ്റത്തില്ല. അത് ആരായിരുന്നു ആ ഗൂഢാലോചന? ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയിൽ അംഗമാണ് ഞാൻ. ആ ഗൂഢാലോചന നടത്തിയത് ആരാണെന്നും അതിൽ പങ്കാളികൾ ആരാണെന്നും ഏതെല്ലാം ഘട്ടത്തിൽ ആരെല്ലാമാണ് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നെന്നും വ്യക്തമായ പേരുകൾ എഴുതിയ റിപ്പോർട്ട് ഞങ്ങൾ ശ്രീ KM മാണി കൊടുത്തു. ഇന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ അപ്പുറത്തെ മുന്നണി ഉണ്ടാകില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച വ്യക്തിപരമായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റി, ഈ രഹസ്യം പുറത്തുവിടരുതെന്നുള്ളൊരു തീരുമാനം പാർട്ടിയുണ്ട്. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളത് കൊണ്ട് അത് പരസ്യമാക്കി ഞങ്ങളൊരു മുതലെടുപ്പിന് ആഗ്രഹിക്കുന്നില്ല. അല്ല, ഇത് പുറത്തു വന്നില്ല, പിന്നെന്തിനാ ഈ അന്വേഷണ കമ്മീഷൻ? അത് പാർട്ടി, അതാണ് ഞാൻ പറയാം, പുറത്തു വരാനല്ലല്ലോ. ഈ റിപ്പോർട്ട് അന്വേഷിച്ച് പാർട്ടിക്ക് കൊടുക്കാനാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയത്. ഞങ്ങൾ പാർട്ടിക്ക് കൊടുത്തു. ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ധൈര്യം മിനിസ്റ്റർ KM മാണി കാണിക്കണം. അതിനുള്ള ആർജവും KM മാണിക്കുണ്ടോ? KM മാണിക്ക് ധൈര്യമില്ല. കാരണം ആ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ആ മുന്നണി ഉണ്ടാകില്ലെന്ന്. ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്നത് കേരള കോൺഗ്രസിലുള്ളവരോ അതോ കോൺഗ്രസിനകത്ത് നിന്നാണ്? കേരള കോൺഗ്രസിലുള്ളവരല്ല, അങ്ങനെ ഒരിക്കലും വരില്ല. കേരള കോൺഗ്രസിലുള്ളവരുമല്ല, ഇടതുപക്ഷത്തുള്ളവരുമല്ല. അതിൽ കൂടുതലൊരു ക്ലൂ ഞാൻ എങ്ങനെ തരും? ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ട് ശ്രീ KM മാണിയുടെ കൈവശം ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷത്തുള്ളവരാണെങ്കിൽ KM മാണി റിപ്പോർട്ട് പുറത്തു വിടുമായിരുന്നല്ലോ. ഇനി കേരള കോൺഗ്രസിനകത്തുള്ള ആരെങ്കിലും പുറത്തു പോയവർ, ഞങ്ങൾ പുറത്തു പോയെങ്കിൽ KM മാണി ഞാൻ വെല്ലുവിളിക്കുന്നു, KM മാണി റിപ്പോർട്ട് പുറത്തു വിടട്ടെ. KM മാണി ഒരിക്കലും ഈ മുന്നണിയിൽ തുടരുന്നിടത്തോളം കാലം, UDF-ൽ ശ്രീ KM മാണി തുടരുന്നിടത്തോളം കാലം ശ്രീ KM മാണി റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. ഞങ്ങളുടെ മാന്യത കൊണ്ട്, രാഷ്ട്രീയ മാന്യത കൊണ്ടാണ് ഞാനും ഫ്രാൻസിസ് ജോർജ് ആ പേരുകളും ആ ഗൂഢാലോചനക്കാരുടെ പേരുകൾ പുറത്തുവിടാത്തത്. അത് ഞങ്ങളുടെ മാന്യതയാണ്. അതിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത്. ആ രാഷ്ട്രീയ മാന്യത ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ താങ്കൾക്ക് ഇനിയും
പിന്നെ മാണിയുടെ കേരള കോൺഗ്രസിലേക്ക് കടന്നു ചെന്നാൽ അങ്ങനെയല്ലല്ലോ അങ്ങനെ അല്ലല്ല, രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ല എന്നുള്ളതാണ്. സ്ഥിരം ശത്രുക്കളും സ്ഥിരം മിത്രങ്ങളും ഇല്ല. പക്ഷെ അതിൻ്റെ അർത്ഥം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെടുത്തൊരു നിലപാടിനോട് ഇന്ന് കേരളത്തിലെ യഥാർത്ഥ കേരള കോൺഗ്രസ്സുകാർ വളരെ ആവേശകരമായ പിന്തുണയും അംഗീകാരവും നൽകിയത് കണ്ടുകൊണ്ടാണല്ലോ വെറും 1 മാസം പോലും പ്രായമില്ലാത്ത ഈ പാർട്ടിക്ക് 4 സീറ്റുകൾ, അതും വിജയസാധ്യതകൾ 4 സീറ്റ് എന്ന് പറഞ്ഞാൽ 4 പ്രഗത്ഭന്മാരെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പണ്ട് നമുക്കറിയാം കോൺഗ്രസിൽ നിന്ന് ജഗജീവൻ റാം, നന്ദിനി സത്പതി ഇവരൊക്കെ വന്നപ്പോഴും വളരെ വളരെ ശക്തരായിട്ടുള്ളവർ വന്നപ്പോഴും അവർ മത്സരിച്ച് രംഗത്തേക്ക് വരികയുണ്ടായി. അതുപോലെ തന്നെ ആയിരിക്കാം താങ്കളും, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ. അല്ല, ഞങ്ങൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഈ പാർട്ടി രൂപീകരണം 1 മാസത്തിനുള്ളിൽ പാർട്ടി 4-ാം തീയതി ഞങ്ങൾ രാജിവെക്കുന്നു. 9-ാം തീയതി ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നു. 800-ൽ പരം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ പാർട്ടിയിൽ 326 പേര് ഞങ്ങളുടെ എറണാകുളത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ അതിൽ നിന്ന് രാജിവെച്ച് പങ്കെടുക്കുന്നു. ഏതാണ്ട് 6-7,000 പ്രതിനിധികൾ ഞങ്ങളെ സമ്മേളനത്തിൽ അതിൻ്റെ 16-ാം തീയതി ഒരാഴ്ച കഴിഞ്ഞ് കൂടിയ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. കേരളമെമ്പാടും 14 ജില്ലാ കമ്മിറ്റികൾ ഒരാഴ്ചക്കുള്ളിൽ പുനഃസംഘടിപ്പിക്കുന്നു. 140 നിയോജന കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കുന്നു. ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾ മറ്റാരെക്കാളും നന്നായി വിലയിരുത്തി ശക്തി, ഓരോ പാർട്ടിയും പിന്നിലെ ശക്തി വിലയിരുത്താൻ അറിയുന്ന നേതാക്കന്മാരുള്ള പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവരത് വിലയിരുത്തി അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ചതോടുകൂടി കേരളത്തിലെ 30 നിയോജക മണ്ഡലങ്ങളിൽ UDFൻ്റെ 30 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഞങ്ങളല്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പത്രമായ ദ ഹിന്ദു ഒരു പ്രത്യേക ആർട്ടിക്കിൾ എഴുതി 30 മണ്ഡലങ്ങളിൽ UDFനെ ബാധിക്കുമെന്ന്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു നീക്കം വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം ശ്രീ KM മാണി ഈ പാർട്ടിയെ BJPയുടെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ കിട്ടിത്തുടങ്ങി. അന്ന് മക്കൾ രാഷ്ട്രീയം മക്കൾ രാഷ്ട്രീയം കുറേ നാൾ മുമ്പേ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിസ് ജോർജ് തന്നെ മക്കൾ രാഷ്ട്രീയത്തിന്റെ ഒരിക്കലുമല്ല. ഞാൻ പറയാം, ഫ്രാൻസിസ് ജോർജ് KM ജോർജ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഒരു വാർഡ് മെമ്പർ പോലും അല്ല. ഫ്രാൻസിസ് ജോർജ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല. ശ്രീ KM ജോർജ് മരിച്ച് 15 വർഷം കഴിഞ്ഞപ്പോഴാണ് ഫ്രാൻസിസ് ജോർജ് ഈ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന KM മാണി മകന് വേണ്ടി ചെയ്തതുപോലെയാണോ 15 വർഷം മുമ്പേ മരിച്ച KM ജോർജ് പരലോകത്തിരുന്നുകൊണ്ട് പിന്നെ ഫ്രാൻസിസ് ജോർജിന് സീറ്റോ സ്ഥാനങ്ങളോ കൊടുത്തു ആർക്ക് പറയാൻ കഴിയും? അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണ് അദ്ദേഹം അച്ഛൻ മരിച്ച് 15 വർഷത്തിന് ശേഷം ഒരു പാർട്ടിയിൽ അംഗത്വം എടുത്ത് വളർന്നു കയറിയത്. ശ്രീ KM ജോർജിന് അന്ന് എന്ത് സ്വാധീനമുണ്ട്? KM ജോർജിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഞാൻ പറയാം, ശ്രീ ജോസ് കെ മാണി KM മാണി ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ KM മാണിക്ക് ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ കഴിയില്ലായിരുന്നല്ലോ, ഒരു വാർഡ് മെമ്പറാകാൻ കഴിയില്ലായിരുന്നല്ലോ. അപ്പോൾ ശ്രീ ജോസ് കെ മാണിയും ഫ്രാൻസിസ് ജോർജിനെയും തമ്മിൽ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. രണ്ട് എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. ഈ വളരെ വൈകാതെ ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് BJPയുടെ തൊഴുത്തിലേക്ക് പോകുമോ? ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ, അധികാരം നഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയായി നിൽക്കുമ്പോൾ ജോസ് കെ മാണിയെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള നീക്കമാണ് നടന്നത്. അങ്ങനെ കേന്ദ്രമന്ത്രിയാക്കണമെങ്കിൽ BJP പാളയത്തിലേക്ക് പോകണം. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയെ BJPയിൽ എത്തിക്കാനുള്ള തീരുമാനം മാണി ഗ്രൂപ്പ് എടുക്കും. അതവർ ഏതാണ്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നോക്കിക്കോളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജോസ് കെ മാണി കേന്ദ്രമന്ത്രിയായി, ജോസ് കെ മാണി പാർട്ടി ചെയർമാനായി അവരോധിച്ചുകൊണ്ട് മാണി ഗ്രൂപ്പ് BJPയുമായി ഐക്യമുണ്ടാക്കുന്നതോടെ അതിലേതെങ്കിലും MLA-മാർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജയിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അയോഗ്യരാക്കപ്പെടും. ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞു. ഞങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞ് മാറിയില്ലായിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾ വഴിയാധാരമായി, ഞങ്ങൾ രാഷ്ട്രീയമായി KM മാണി പാർട്ടി BJPയുടെ തൊഴുത്തിലേക്ക് കെട്ടാൻ പോയാൽ ഞങ്ങൾക്ക് പുറത്തു വരാതിരിക്കാൻ കഴിയില്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് ആ അപകടം ഞങ്ങൾ മുന്നിൽ നേരത്തെ കണ്ടു. പലരും കൂടെ നിൽക്കുന്നവർ അത് ഇനി മനസ്സിലാക്കും.